കെ അനിൽകുമാർ കൂടി CPM നേതാവ് നമുക്കിപ്പം ടെലിഫോണിൽ. ശ്രീ കെ അനിൽകുമാർ, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? രാജ്ഭവൻ സർക്കാർ ബന്ധം എപ്പോഴും നല്ല നിലയിൽ പോവുക എന്നതാണ് നമ്മുടെ ജനായത്ത ഭരണക്രമത്തിൽ ഏറ്റവും ഉചിതമായ മാർഗം. പക്ഷെ എന്താണ് ഈ നടക്കുന്നത്? ഇത് രാജ്ഭവനല്ല, കാവ്യഭവനാണ്. കാവ്യഭവനും സർക്കാരും തമ്മിലുള്ള ബന്ധം നന്നായി നടക്കുകയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദം വായിക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഭൂപടമാണ് അവിടെ പ്രദർശിപ്പിച്ചത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭൂപടമാണ് അത് പ്രദർശിപ്പിച്ചത്. ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രതീകമായിട്ടല്ല ഗവർണർ അവിടെ അവതരിപ്പിച്ച പടം. ആ ചിത്രം വിഭാഗീയമായി നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും തെറ്റായ രാജ്യം രൂപീകരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിനോട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആ ആശയങ്ങൾ രൂപപ്പെടുത്തിയ കാലത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ വന്ദേ മാതരത്തിന്റെ 2 ചാൻസുകൾ നിരോധിക്കാൻ ഇടവന്ന ചരിത്രമുണ്ട്. കലാപങ്ങൾ ഉണ്ടായ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഇന്ത്യയെ മടക്കിക്കൊണ്ടുപോകാൻ RSSന് ആഗ്രഹമുണ്ട്. അതിന് RSSകാർ ശ്രമിക്കുമ്പോൾ മറിച്ച് ഇവിടെ ഒരു ഗവർണർ, RSSകാരനായ ഗവർണർ രാജ്ഭവനെ അതിന് ഉപയോഗിക്കുന്നതോടുകൂടി അത് കാവ്യഭവനായി മാറുകയാണ്. RSSന്റെ ശാഖ നടത്തേണ്ട ഇടമല്ല രാജ്ഭവനെന്ന് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ സർക്കാർ പരിപാടികൾ മാത്രമല്ല, രാജ്ഭവൻ പരിപാടികളിലും ഇന്ത്യയുടെ രാജ്യത്തിന്റെ അംഗീകൃത ബിംബങ്ങൾ ഒഴിച്ച് മറ്റു ബിംബങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ഏത് പരിപാടിയും നമ്മുടെ രാജ്യദ്രോഹപരമാണ്, ഇന്ത്യക്കെതിരാണ്, ഭാരതത്തിനെതിരാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ RSSന് കൊട്ടേഷൻ കൊടുത്ത ഇടമല്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും ഉൾച്ചേർന്ന ഒരു ഇന്ത്യയാണ്. മറ്റൊരു ഭാരതമില്ല. BJP മുന്നോട്ട് വെക്കുന്ന, RSS മുന്നോട്ട് വെക്കുന്ന അഖണ്ഡ ഭാരതമെന്ന് വിളിക്കപ്പെടുന്ന ഒരു സങ്കല്പം അവർക്കുണ്ട്. ആ സങ്കല്പത്തിനകത്ത് സിന്ധു നദി പൂർണ്ണമായും ഭാരതത്തിന്റെ ഭാഗമാകണമെന്നാണ് അവരുടെ കൺസെപ്റ്റ്. അത്തരമൊരു ഇന്ത്യയെ കുറിച്ച് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഭാവിയിൽ ആലോചിക്കാനാകുമോ? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേരുന്നൊരു ഇന്ത്യ സാധ്യമാകുമോ? അപ്പൊ എന്താണ് ഉദ്ദേശിക്കുക? സവർക്കർ പറഞ്ഞിരിക്കുന്നത് ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ നമ്മുടെ രാജ്യത്ത് ഒരു മതരാഷ്ട്രം നിർമ്മിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം കീഴടക്കണം. അങ്ങനെ ഹിന്ദു സാമ്രാജ്യത്വമായി ലോകത്തുയർന്ന് വരണം. ഇസ്രയേൽ ജൂതരാഷ്ട്രം നിർമ്മിച്ച് സാമ്രാജ്യത്വം ഉണ്ടാക്കുന്നത് പോലെ, അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടാക്കുന്നത് പോലെ ഹിന്ദു മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പുതിയ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ കീഴടക്കപ്പെട്ട ഇടങ്ങളുടെ ഇടമാണ് യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. നാളെ മറ്റ് രാജ്യങ്ങൾ ഇത്തരമൊരു പരാതി ഉന്നയിച്ചാൽ, ഐക്യരാഷ്ട്രസഭയിൽ ഒരു പരാതി ഉന്നയിച്ചാൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം? ഞങ്ങളുടെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം ഔദ്യോഗികമായി നിങ്ങൾ രാജ്ഭവൻ ഉപയോഗിച്ചില്ലേ എന്ന് അന്താരാഷ്ട്ര വേദിയിൽ ചോദ്യം വന്നാൽ നരേന്ദ്രമോദിയുടെ തല ഉയരുമ്പോ താഴുമോ? അതുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികൾ, പഹൽഗാമിൽ ഇന്ത്യക്കാരനെ കൊന്ന ഭീകരവാദികൾ ചെയ്ത അതേ കുറ്റകൃത്യമാണ് ഈ ആർലേക്കർ എന്ന് പറയുന്ന. പറയാൻ കഴിയുമോ ശ്രീ കെ അനിൽകുമാർ? ഇപ്പോൾ പാക് അധീന കശ്മീർ, ചീനടക്കമുള്ള മേഖല, ചൈന നമ്മുടെ കൈയടക്കിയ മേഖല, അങ്ങനെ പല മേഖലകളും നമ്മളിപ്പോഴും ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ കടത്തി പറയാൻ കഴിയുമോ? നമ്മുടെ അതിരുകൾ കുറെ കൂടി വളരേണ്ടതുണ്ട് എന്നതൊരു പൊതുവികാരമല്ലേ? ഇപ്പോൾ ഞാൻ ഈ ചിത്രവുമായി ചേർത്തല്ല ഞാൻ പറയുന്നത്. അങ്ങ് പറഞ്ഞു വന്ന വാക്കുകൾ കുറെ കൂടി കടന്നു പോകുന്നില്ലേ എന്ന സന്ദേഹമാണ്. അത്രയേ ഉള്ളൂ. ഒരു സന്ദേഹമില്ല. കാശ്മീർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറി വന്ന് പഹൽഗാമിൽ കൊലപാതകം നടത്തിയ ഭീകരവാദികൾ ചെയ്യുന്ന അതേ കുറ്റകൃത്യമാണ് ആർലേക്കർ എന്ന് പറയുന്ന കാവ്യ ഭീകരൻ രാജ്ഭവനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാവ്യ ഭീകരതയാണ്. എന്തുകൊണ്ടാണ് ഭീകരത നിങ്ങൾ ഇന്നലെ പറയുന്നു RSS ശാഖയുടെ നിലവാരത്തിലേക്ക് രാജ്ഭവൻ എത്തിക്കരുത് എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നു. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോകുന്നു. എന്ത് ചെയ്യും? രാജ്ഭവനെതിരെ ഗവർണർ സ്വീകരിക്കുന്ന ഈ നയങ്ങൾക്കെതിരെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഒറ്റ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, രാജ്ഭവനിൽ ഗവർണർ ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ്. ഇത് NIA കേസെടുക്കേണ്ടതാണ്. രാജ്യവിരുദ്ധമായ നിലപാടാണ്. പൊതുവായ ഒരു സ്ഥാപനത്തിനകത്ത് ഇപ്രകാരം ഇന്ത്യ സർക്കാരുമായി ബന്ധപ്പെടാത്ത, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെടാത്ത, ഇന്ത്യയുടെ ഭൂപടവുമായി ബന്ധപ്പെടുത്താത്ത ഒരു ഭൂപടം വെച്ച് ഔദ്യോഗിക പരിപാടി നടത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധമാണ്. അങ്ങനെ ഇന്ത്യ വിരുദ്ധമാണെങ്കിൽ
ഇന്ത്യ വിരുദ്ധമാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമോ, കേസെടുക്കുമോ സംസ്ഥാന സർക്കാർ? അതിനുള്ള സാധ്യതകൾ ആരായുമോ? അതാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര വേദിയിൽ പോയി നിങ്ങൾ എന്ത് പറയും? കാശ്മീർ എന്ന് പറയുന്നത്, പാക് ഒക്കിപ്പോയിട്ട് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ അങ്ങോട്ട് വാദം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുന്ന ഒരു ചിത്രം വെച്ചുകൊണ്ടിട്ടാ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുന്ന ചിത്രം വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു ഗവർണർ രാജ്ഭവനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? നിയമപരമായ വഴി എന്താണ്? അങ്ങനെ നിയമപരമായ വഴി തേടുമോ? ഗവർണർക്കെതിരെ ഒരു തുറന്ന നിയമ നടപടിയിലേക്ക് കടക്കുമോ? നിയമ നടപടിയിലേക്ക് കടക്കാനുള്ള നിയമപരമായ ഭരണഘടനാപരമായ സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമോ? എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇക്കാര്യത്തിൽ എല്ലാ സാധ്യതകളും തേടേണ്ടതാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം അപമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു ഗവർണർ ഇപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്തതോടുകൂടി ലോകോത്തര വേദികളിൽ ഇന്ത്യ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ഗവർണർ ഇന്ത്യയെ അപമാനിക്കുകയാണ്, ഇന്ത്യയുടെ വിദേശ നയത്തെ അപമാനിക്കുകയാണ്, നമ്മുടെ രാഷ്ട്രതന്ത്രത്തെ അപമാനിക്കുകയാണ്. ഒരു ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഹൻ ഭഗവത് ചെയ്യുന്നത് പോലെയല്ല. പാകിസ്ഥാനിലെ ഭീകരവാദികളെ കുറിച്ച് ഇന്ത്യയുടെ ക്ലെയിം എന്താണ്? പാകിസ്ഥാൻ ഭീകരവാദി എന്ന നിലയ്ക്കല്ല, പട്ടാളത്തിന്റെ സംരക്ഷണയിലാണ്. ഇതാ ഇന്ത്യ രാജ്യത്ത് അതിർത്തി രാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള അജണ്ടയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നു. ശരി, അങ്ങനെ ആ നിലപാട് ആവർത്തിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് നെക്സ്റ്റ്? എന്ത് ചെയ്യും സർക്കാർ? എന്താണ് ചെയ്യാൻ പോകുന്നത്? അതെ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇപ്രകാരമുള്ള ചില ഘട്ടങ്ങളിൽ അതിന്റെ ഇപ്പോൾ വ്യക്തമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോയ അനുഭവങ്ങളുണ്ടല്ലോ. രാജ്ഭവനും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനും ഒക്കെ സംസ്ഥാന നിയമസഭകളുടെ നിയമങ്ങൾ ഉൾപ്പെടുന്ന വേണ്ടി എന്നുള്ളതൊക്കെ ക്ലിപ്തത വന്നല്ലോ. അത്തരം മേഖലകളിലേക്ക് ഈ ചർച്ചകൾ പോകും, അതിന്റെ ഭാഗമായ നിയമ നടപടികൾ പോകും. എന്തായാലും അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ തലനാടുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു കാര്യം കൂടി ശ്രീ അനിൽകുമാർ, ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി മനഃപൂർവ്വം എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായി വന്ന് ഷോ കാണിച്ചു എന്നും രാജ്ഭവൻ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ഏറ്റവും മര്യാദയോടുകൂടി സർക്കാരിന്റെ പ്രതിഷേധം അറിയിച്ചു. പി പ്രസാദ് ഔദ്യോഗികമായ പരിപാടി മാറ്റി. വി ശിവൻകുട്ടി ആ പരിപാടി മാറ്റാൻ തയ്യാറാകാതെ കൃത്യമായ സന്ദേശം നൽകി. ധീരതയോടെ കടന്നു ചെന്ന് ആർലേക്കാട് മുമ്പിൽ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുമായിട്ടാണ് നടന്നുപോയത്. വി ശിവൻകുട്ടി രാജ്ഭവനിൽ ഇറങ്ങിയത് ദേശീയ പതാകയുമായിട്ടാണ്. വി ശിവൻകുട്ടി ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ഭരണഘടനയാണ്. രാജ്ഭവനിൽ പോയി ഇന്ത്യൻ ഭരണഘടനയും ദേശീയ പതാകയും രാഷ്ട്രത്തിന്റെ ഭൂപടം ഉയർത്തിപ്പിടിക്കാൻ തന്റെ ഇടം കാണിച്ച ശിവൻകുട്ടിയുടെ മാതൃകയാണ് അത് കണ്ടുകണ്ട വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത്. ശരി, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM നേതാവാണ്.